ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താ അറിയോ? നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സർപ്രൈസ്. നമ്മുടെ 2 കാളനെ വാങ്ങിയിട്ടുണ്ട്. കാങ്കയം കാള 2 ആൾക്കാരെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു വണ്ടിയും കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചില്ല, നമ്മൾ മറ്റേ ഫാമിലി പോയിട്ടുള്ള വീഡിയോയിൽ. അതിലപ്പോൾ പിന്നെ വണ്ടി കൊണ്ടുവന്നത് കാണിച്ചു. ആ വണ്ടിയെല്ലാം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊന്ന് സാമ്പിൾ കെട്ടി നോക്കി ഒന്ന് ഓടിച്ചൊക്കെ നോക്കി, സംഭവം സെറ്റാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണാം. അതുപോലെ കാളിനെ നമ്മൾ പുറത്ത് കൊണ്ട് കെട്ടിയിട്ടുണ്ട്, അതുപോലെ വണ്ടിയെല്ലാം പുറത്തുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഓടിക്കുന്നതിൽ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ട്. നമുക്ക് ഈ റോട്ടിലെ ഒന്ന് ഓടിച്ച് നോക്കാം. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം വിരിഞ്ഞ് നമ്മുടെ കോൾടെക്കിൻ്റെ കുട്ടികൾ കണ്ടാ ഇത്രയും വലുതായതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയത് കേട്ടോ. അതെന്താ കാരണം എന്ന് പറഞ്ഞാൽ ചെറുതാകുമ്പോൾ നമ്മുടെ പൂച്ചയില്ലേ കീരിക്കാടൻ ജോസ്, അത് പിന്നെ എല്ലാത്തിനെയും പിടിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 7 കുട്ടികളുണ്ടായത്, പിന്നെ 2 നമുക്ക് ബാലൻസ് കിട്ടിയിട്ടു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മാറ്റിയിട്ടിട്ടാണ് വലുതാക്കിയത്. അടുത്ത പ്രാവശ്യം ഇപ്പോൾ 3 കുട്ടികളുണ്ട്. അതിനെ നമ്മൾ മാറ്റിയിട്ടിട്ട് എന്നാൽ വിരിയുമ്പോൾ തന്നെ നേരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി ഇതിൻ്റെ അകത്ത് ബ്രീഡായിട്ട് പുറത്തിറങ്ങുമ്പോൾ നമ്മളെ പൂച്ച പണി പറ്റിക്കുന്നു. അതേപോലെ ചെറിയൊരു സംഭവം കൂടി പറയാനുള്ള എന്താ അറിയോ, നമ്മുടെ കൊയ്പ്പൂനെ നമ്മൾ പ്രാവശ്യം നമ്മൾ അങ്ങനെ തന്നെ നാച്ചുറലായിട്ട് ബ്രീഡാവട്ടെ എന്ന് വിചാരിച്ചിട്ട് വിട്ടില്ലേ, അതിൽ നമുക്ക് ചെറിയൊരു പണി കിട്ടിയേട്ടാ. കാരണം പിന്നെ നമ്മൾ ഇതുവരെ നോക്കിയാൽ നമുക്കെല്ലാം കറക്റ്റ് കുട്ടികളെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. നമ്മൾ അതിന് പ്രൊട്ടക്ഷനും കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് നമ്മുടേതായ രീതിയിൽ. പക്ഷേ നാച്ചുറലായിട്ട് അവർക്കെല്ലാം ചെയ്യാൻ പറ്റണ്ടേ എന്നുള്ള രീതിയിലാണ് ഇപ്രാവശ്യം കുഴിയെടുത്തപ്പോൾ നമ്മളങ്ങ് ഫ്രീ ആയിട്ട് വിട്ടത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. നമ്മൾ 2 കുട്ടികൾ ആദ്യം പുറത്ത് വന്നിട്ട് രണ്ടാമത് ഉള്ളിലേക്കെല്ലാം കയറിപ്പോയി. ഞാൻ വീഡിയോയിൽ മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ കുട്ടി. പിന്നെ ആ കുട്ടി വന്നിട്ട് അതേപോലെ അകത്തോട്ട് കയറിപ്പോയിന്. പിന്നെ ഒന്നിനും പുറത്തേക്ക് കണ്ടില്ല. എന്നിട്ട് നമ്മൾ ക്യാമറ വെച്ച് നോക്കി കുഴി എടുത്ത് നോക്കി, ഒന്നും രക്ഷയില്ല. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. ഒന്നുകിൽ അതിനുള്ളിൽ പോയിട്ട് ചത്തുപോയോ, ഇനി വേറെ എന്തെങ്കിലും സംഭവിച്ചോ, ഇനി പുറത്തിറങ്ങിയ വേറെ എന്താണെന്ന് ഒരു പിടുത്തുമില്ല. അപ്പോൾ എന്തായാലും ഈ പ്രാവശ്യം എത്ര കുട്ടികളുണ്ടായിരുന്നു ഒന്നും അറിയില്ല. 2 നമ്മൾ എന്തായാലും കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ വലുതായിട്ടൊന്നും പുറത്തേക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ എന്തോ സംഭവിച്ചാൽ പോയി. ഇനി നമ്മൾ നാച്ചുറലായിട്ട് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായാലും വിടുന്നില്ല. നമ്മളെടുത്ത് ബ്രീഡ് ചെയ്യുമ്പോൾ നമ്മളല്ലെങ്കിൽ നമ്മളെ എന്താ പറയുക, നമ്മളെ പരിചരണത്തിൽ ബ്രീഡാകുമ്പോൾ കുട്ടികളൊക്കെ കിട്ടുന്നുണ്ട്, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ചിലപ്പോൾ നമ്മളിവിടെ ജീവിച്ചതിന് നാച്ചുറലായിട്ട് വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റൂലായിരിക്കും. നമ്മളെപ്പോഴും അങ്ങനെ പറയുന്നില്ല, പുറത്ത് അയച്ചു വിട്ട് കഴിഞ്ഞാൽ നമ്മൾ കയ്യിലെടുത്ത് വളർത്തി അതിനെ ജീവിക്കാൻ പറ്റൂല. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിക്കണം. എന്തായാലും ആ കുട്ടികളൊന്നും കിട്ടിയില്ല. ഇനിയിപ്പോൾ അടുത്ത പ്രാവശ്യം ബ്രീഡാകുമ്പോൾ നമുക്ക് മുന്നേ ചെയ്യുന്ന പോലെ ഫീമെയിലിനെ മാറ്റിയിട്ടിട്ട് അങ്ങനെ ബ്രീഡാക്കാം. ഓക്കെ, അതാണ് നല്ലത്. അതുപോലെ നമ്മുടെ കോയിവിഷനിലും കണ്ട, കോയിവിഷനിൽ അത്യാവശ്യം നല്ല സൈസായി അടിപൊളിയായി. അതുപോലെ നമ്മൾ മറ്റേ വെള്ളത്തിൻ്റെ ഫിൽറ്ററിൻ്റെ മറ്റേ എന്താ പറയുക സ്പോഞ്ചും കാര്യങ്ങളൊക്കെ മാറ്റി, നെറ്റും കാര്യങ്ങളൊക്കെ മാറ്റുമ്പോഴേക്ക് നല്ല വെള്ളം ഒന്നും കൂടി നല്ല ക്ലിയർ ആയി കേട്ടോ. അടിപൊളി വെള്ളത്തിൻ്റെ ക്ലാരിറ്റി വന്ന്. ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ടച്ച് ചെയ്തിട്ട് കാണിക്കുന്നു മിസ്റ്ററെ, ഇങ്ങനെ മുട്ടിച്ച് നല്ല രസമാണ്. അങ്ങനെ ഉണ്ടെന്ന് അറിയില്ലേ, കാരണം പിന്നെ വെള്ളത്തിൽ മുക്കിക്കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് പൊടി ഉണ്ടാവും. ആ പൊടി എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയില്ല. ഓക്കെ, അത് മീനെല്ലാം വന്നിട്ട് ഫോണിനെ കുത്താൻ തുടങ്ങി. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല. കാണുന്നുണ്ട്, കുറച്ചും കൂടി താഴ്ത്തി. ഓക്കെ. അടിപൊളി. ഇതാ നമ്മൾ ഇഷ്ടയിലെ മീൻ ഇതാണ്. അപ്പോൾ ഒന്ന് കൊണ്ട് പോയി. ബാ നമുക്ക് കൈ മുക്കുമ്പോൾ ഇവരെങ്ങനെ വരുന്നതും കൂടി കാണാമല്ലേ. ബാ, ഇത് വീഡിയോ ചെരിഞ്ഞിട്ടുണ്ടാവും അല്ലേ, സാരല്ലേ. ഓക്കെ. പാട മക്കളെ, കണ്ടതാ അടിപൊളി മീനുള്ളതാ. നൈസ്. ഇങ്ങനെയുണ്ടായിനി പിന്നെ ലെൻസ് ഒന്ന് തുടക്കട്ടെ. ഓക്കെ അങ്ങനെയുണ്ട്, അടിപൊളിയായില്ലേ. അതുപോലെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇഷാമിൻ്റെ വീഡിയോയിൽ കാണിച്ചേ ഓക്കെ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇഷാമിൻ്റെ വീഡിയോയിൽ കാണിച്ച് നമ്മളെ പാത്തുവിന് വേണ്ടി കൊണ്ടുവന്ന് ഇതാ ആണിനെ കൊണ്ടുവന്നേ. പക്ഷേ ഇവിടെ ഇപ്പോൾ എല്ലാവർക്കും നമ്മളെ കണ്ണിൽ ഉണ്ണിയാന്ന് കേട്ടാ. പാത്തുവിനെ പോലെ തന്നെ ഇവനും വളരുന്നേ. അതാ എല്ലാവരുടെ അടുത്തും വന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് നമ്മളിവിടെ വരുന്ന ഫോളോവേഴ്സ്, ഇപ്പോൾ നമ്മുടെ പെറ്റ് സ്റ്റേഷൻ കാണാൻ വരുന്നവർക്കൊക്കെ നല്ല രീതിയിൽ ഇവർക്ക് നമ്മൾ ഫുഡ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരുടെ അടുത്തും വന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യുന്ന പിന്നെ നമ്മളെ പാത്തുവിൻ്റെ ഹസ്ബൻഡാണ്. പേരിടണ്ടേ, നല്ലൊരു പേരിടണ്ടേ. എന്താ പേരിടുന്നത്? പേരിടുന്നതിലും പറയുമ്പോൾ എല്ലാവരും ചിരിക്കലാണ് നമ്മളെ വീഡിയോയിൽ. വാടാ ഇങ്ങോട്ട് വാ. വാ ചെറിയില്ലേ, നല്ല ഇവിടുത്തെ കണ്ണിലുണ്ണിയാന്നിപ്പോൾ. ഇവനെ കൂട്ടിലാക്കലേ ഇല്ല കേട്ടോ, ഫുൾ ടൈം പുറത്തന്നെ. എല്ലാവരും വന്ന് എല്ലാവരുടെ അടുത്തും വന്നിട്ട് ഫീഡ് വാങ്ങിക്കുക, ഇതെല്ലാം തന്നെ എൻ്റെ പരിപാടി. അതുകൊണ്ടിപ്പോൾ
ആൾക്കാരുടെ മേത്തിങ്ങനെ കൈവച്ചിട്ട് കയറും. അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. അച്ചോടാ ചെറിയ കൊമ്പലുണ്ടേ ഇപ്പോൾ തന്നെ. എന്നിട്ട് ഇതേപോലെ നമ്മൾ പാത്തുവിനെ കൊണ്ട് ബ്രീഡ് ചെയ്യിച്ചിട്ട് ഇതേ കളർ കുട്ടിയിട്ടാൻ ചാൻസ് ഉണ്ട്. രണ്ടാളും സെയിം കളറായതുകൊണ്ട്. അപ്പോൾ നമുക്ക് കാളിനെ കാണാൻ വേണ്ടേ? കാളെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ കാളിനെ ഞാൻ കുറേ ദിവസം കൂടി ഓടിച്ചിട്ട് ഒരു ലൂസ് മോഷൻ ഇതിലുണ്ട്. അത് നോർമലി ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ക്ഷീണമുണ്ട്. കാരണം ഓടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് സ്ഥലം മാറിക്കഴിഞ്ഞാൽ, ഫുഡ് മാറിക്കഴിഞ്ഞാലൊക്കെ ഇവർക്ക് ലൂസ് മോഷൻ വരും. അപ്പോൾ കുറേ നാൾ ഓടിക്കാണ്ട് പെട്ടെന്ന് ഒരു ദിവസം നല്ലോണം ഓടിച്ചപ്പോൾ ലൂസ് മോഷൻ ഉണ്ട്. ഇപ്പോൾ ലൂസ് മോഷൻ ശരിയായി, പക്ഷേ മറ്റെന്താ പറയുക, തടി മണ്ണ് കുറച്ച് കുറയുമല്ല, അത് റെഡി ആയി വരുന്നുണ്ട് അത്രേ. അപ്പോൾ ഞാൻ കാളനെ കാണിച്ചു തരാം. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടാ. അപ്പോൾ 11 മണിക്ക് നമ്മൾ പെറ്റ് സ്റ്റേഷൻ തുറക്കുള്ളൂ കേട്ടോ. അതുവരെ നിങ്ങളിങ്ങനെ എല്ലാവരെയും പുറത്തിറക്കി വിടുന്ന സമയം, ഗ്രൂം ചെയ്യാനെല്ലാം എടുക്കുന്ന സമയമാണ് കേട്ടോ. അതുവരെ നമ്മൾ ബീച്ചാണ് ജസ്റ്റ് നല്ല ക്ലീനായിട്ടുള്ള ബീച്ചാണ്. എല്ലാവരും പെറ്റ് സ്റ്റേഷനിൽ വരുന്നവർക്ക് ഇതും കൂടി ഒരു അഡ്വാൻറ്റേജാണ്. ഫുള്ള് നല്ല വൈകുന്നേരം ആകുമ്പോൾ ബീച്ചെല്ലാം കണ്ട് ആസ്വദിച്ച് പോവാം. അഴുക്കോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എല്ലാം വൃത്തി. ഇത് കടലിങ്ങനെ കൊണ്ടുവന്നിടുന്നതാണ്. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ വൃത്തിയാക്കും. അല്ലാണ്ട് വേറെ പിന്നെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല വൃത്തിയിലെ ബീച്ചാണ്. അപ്പം ഇതാണ് നമ്മുടെ കാളക്കുട്ടന്മാർ. ഐഷ് ആദ്യം ഒന്ന് നോക്കണം എന്താന്ന് മൂഡ്. പൊളി തന്നെ എല്ലാന്നാ ഏതാ കൊമ്പല്ലേ? കൊമ്പ് പിടിക്കുന്നത് പൊതുവേ പിന്നെ ജീവികൾക്കൊന്നും വലിയ ഇഷ്ടാവില്ല കേട്ടാ. എടുത്ത് കുടയാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത ആളത്തേക്ക് പോവാ. ഇതണ്ടാ ചാണകമൊക്കെ ഏകദേശം ശരിയാകുന്നുണ്ട്. ഇതണ്ടാ മറ്റോൻ്റെ അത്ര ക്ലിയർ ആയിട്ടില്ല, എന്നാലും ഇത് ഏകദേശം ബോൾ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. സെറ്റ്. അയ്യോടാ സൈസ് ഉണ്ടോ? അങ്ങനെ ഉണ്ട്. ഈ പിന്നെ നമ്മൾ ഈ പശുവിൻ്റെ അടുത്തും കാളൻ്റെ അടുത്തൊക്കെ നക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കൂലേ, ശരിക്കും പല്ല് ഭയങ്കര പിന്നെ ഷാർപ്പാന്നിട്ടാ. മുള്ളായിട്ട് ശരിക്കും അടയാളം വരും. ഞാനൊരു ദിവസം കണ്ണൻ്റെ കൂട്ടിൽ നമ്മളൊരു പിന്നെ സബ്സ്ക്രൈബർ കയറിയിട്ട് മുഖത്തൊന്ന് നക്കി. എൻ്റെ പൊന്നോ ഫുള്ളായിട്ട് സ്ക്രാച്ചായി. സ്ക്രാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടിയിൽ. ഞാൻ ജസ്റ്റ് ഇത് കാണിച്ചു തരാം. ഇത് പറ്റുമോ നോക്കട്ടെ. ഈ ബദാമെല്ലാം കൊടുക്കുമ്പോൾ മോനെ ശ്രദ്ധിക്കണേ. അയ്യോടാ നല്ല കിണുങ്ങി നിൽക്കുന്നുണ്ടോ? ഐഷ് നല്ല ഇഷ്ടമായി. ബാ അപ്പം നമുക്ക് ഇതാ നമ്മുടെ പിന്നെ വണ്ടി ഇതാണേ. ഇത് നമ്മൾ ഫാമിലിയിൽ പോയപ്പോൾ ഒന്ന് കാണിച്ചില്ലേ, ആ വണ്ടി തന്നെ. വണ്ടിക്കൊരു സ്റ്റാൻഡ് ഇതുണ്ട്. ഇത് നിലത്ത് കുത്തുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡായി കൊടുക്കുന്നുണ്ടാ. സ്റ്റാൻഡിൽ വെച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ ഇത് കംപ്ലൈൻ്റ് ആവും പെട്ടെന്ന്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ജസ്റ്റ് കാളനെ വണ്ടി കയറ്റിയിട്ട് ഒന്ന് ജസ്റ്റ് ഒരു റൗണ്ട് ഓടിക്കാം. ഓക്കെ. അതുപോലെ കാളനെ നമ്മൾ കെട്ടുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ കെട്ടേണ്ട കാളയും ലെഫ്റ്റ് സൈഡിൽ കെട്ടേണ്ട കാളയും രണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെ രണ്ടാളെയും ഒരു നേരെ പോയിട്ട് കെട്ടാൻ കഴിയില്ല കേട്ടോ. അതേപോലെ നമ്മൾ വെറുതെ നടക്കുമ്പോൾ പോലും ഒരു കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ട് നമ്മൾ നിർത്തിക്കാൻ പറ്റില്ല. വലത്തേ ഭാഗത്ത് നടക്കുന്ന കാള വലത്തേ ഭാഗത്ത് തന്നെ എപ്പോൾ ഉണ്ടാവണം. ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വണ്ടി ഓടിക്കുമ്പോൾ അതൊരു വലിയ വിഷയമായിരിക്കും. അതൊന്നും നോർമലി ആൾക്കാർക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയണ്ടാവില്ല കേട്ടോ. എന്നാലും ജസ്റ്റ് ഇതെല്ലാം ഒരു കൗതുകകരമായിട്ടുള്ള അറിവല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ പിന്നെ നമ്മുടെ കാളൻ്റെ കളർ കണ്ടില്ലേ? ഇപ്പോൾ കാങ്കയം കാള എന്ന് പറയുന്നത് ശരിക്കും നല്ല ബ്ലാക്ക് കളർ ഉണ്ടാവും. ബ്ലാക്ക് കളർ ഇവരുടെ ഈ പിന്നെ എന്താ പറയുക, ഇവരുടെ പിന്നെ ബ്രീഡിങ് അവസാനിച്ച് കഴിഞ്ഞാലാണ്, അല്ലെങ്കിൽ നമ്മൾ പിന്നെ ഗെൽഡ് ചെയ്ത് കഴിഞ്ഞാലാണ് ഈ കളർ ഇങ്ങനെ വൈറ്റായി വരാം. അവർക്ക് എന്താ പറയുക, ഇനി ശരിക്കും കാങ്കയം കാളൻ്റെ കളറ് നല്ല ബ്ലാക്കും ഈ കളറും മിക്സ് ആയിട്ടുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒരു ഫോട്ടോ വീഡിയോൻ്റെ കൂടെ ആഡ് ചെയ്യാം. അതുപോലെ ഇവർക്ക് വരി ഉടച്ച് കഴിഞ്ഞാലാണ് ഇവരുടെ പിന്നെ കളർ മാറി വരാം. ഇത് ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ കുറവ് വരുമ്പോൾ അതിൻ്റെ കളർ ഇങ്ങനെ ഹോർമോണൽ ചേഞ്ച് ആകുമ്പോൾ മാറി വരും കേട്ടോ. അത് നമ്മൾ കന്നാസല്ലേ ഓടിപ്പോന്ന് ജസ്റ്റ് കാണിച്ചു തരുന്നതാ. കന്നാസിനെ ഇങ്ങനെ രാത്രി പുറത്തു വിടുന്നില്ല. അപ്പം ഇങ്ങനെ ഓടിച്ച ഒരു അനുസരണി ഒന്നും ഇല്ല കേട്ടോ. കന്നാസ് ബേബി, കന്നാസ് കം. ആ ഗുഡ് ഗേൾ എവിടെ പോയി നീ? കുറേ നാളായി നിന്ന് എല്ലാവരും കണ്ടിട്ടതാ.
എന്താണ് പരിപാടി? ഫുള്ള് ചുറ്റി കറങ്ങി നടന്നിങ്ങനെ മതിച്ച് വാഴയെന്ന് അല്ലേ? ഗുഡ് ബോയ്, ഗുഡ് ബോയ്. പിന്നെ കന്നാസിനെ മറ്റേ എന്താ പറയുക കൂട്ടിലാക്കുന്നത് പഠിച്ചിട്ടാണേ. പകല് നമ്മൾ നോർമലി ഇവനെ കൂട്ടിൽ തന്നെ ആക്കുക. അല്ലെന്ന് പറയാം മറ്റേ നോ 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 ഡാ തന്നെ പ്രശ്നം. കുഴപ്പമൊന്നുമില്ല. കുട്ടി പേടിച്ച് പോട്. നോ 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 സിറ്റ്, നോ സിറ്റ്, വെയിറ്റ്. ഗുഡ് ബോയ്. നോ വെയിറ്റ്. വാ കനസ്. നോ സിറ്റ് അപ്പ്. ഗുഡ് ബോയ്. കുറേ നാളെ തോന്നല്ലേ കന്നാസിനെ കണ്ടിട്ട്. കന്നാസ് ഇതേമാതിരി ഓടിച്ചാടി ഇങ്ങനെ ഉണ്ടാവില്ലട്ടാ. ഫുൾ ടൈം ഓട്ടോന്ന്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ആക്റ്റീവ് ആണ്. അതേപോലെ വേറൊരു സാധനം കാണിച്ചു തന്നു, ഒരു കൗതുകകരമായിട്ടുള്ളൊരു സാധനം. അടുക്ക് ഇതുണ്ടാ, ബത്ത വെച്ചിട്ടുണ്ടാ, തണ്ണിമത്തൻ, കുഞ്ഞു തണ്ണിമത്തൻ. ആ വീഡിയോയിൽ കാണിച്ചാൽ അടുത്ത ആഴ്ച ഉണ്ടാവില്ല. ഇവിടെ എല്ലാം ഉണ്ട്. പറിക്കുന്നവരോട് നമ്മൾ തന്നെ പറയാം, കുറച്ച് വലുതായിട്ട് പറിച്ചോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുറച്ച് വലുതാവട്ടെ, ഒരു 2 ആഴ്ച കഴിഞ്ഞ് പറിച്ചാൽ മതി. ഇതൊന്നും നമ്മൾ എന്താ പറയുക വീഡിയോയിൽ കാണിച്ച പൊതുവെ പിന്നെ അത് കാണല്ല, അത് നമ്മളിവിടെ സ്ഥിരം സംഭവിക്കുന്നതാണ്. അതൊന്നും കുഴപ്പമില്ല. ഇതൊന്നും പിന്നെ നമ്മൾ വളർത്തുന്നൊന്നുമല്ല, നമ്മളിങ്ങനെ എല്ലായിടത്തും പിന്നെ എന്താ പറയുക വത്തൻ്റെ കുരുവും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ല, അതിങ്ങനെ ഓട്ടോമാറ്റിക് മുളച്ചിട്ടാകുന്നതാണ്. അതുപോലെ ബാക്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സൈസായതൊക്കെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് കാളനെ കേട്ടാ കഥ പറഞ്ഞ് ഇങ്ങനെ പോകും. കന്നാസ് എടുത്തു, ഇങ്ങോട്ട് വിളിച്ചു നോക്കല്ലേ. കന്നാസ്, ഈ ഒരു സംഭവം കാണുന്നുണ്ട്, ഇതെല്ലാം എന്താണെന്ന് മനസ്സിലായിനാ? പെറ്റ് സ്റ്റേഷൻ്റെ തൊട്ടടുത്താണേ. നമ്മളെ അത്യാവശ്യം പിന്നെ മരങ്ങളും ഇതെല്ലാം റെഡിയായി വരുന്നുണ്ട്. സൈഡിലെല്ലാം ഫുള്ള് മറ്റേ എന്താ പറയുക ബാമ്പു എല്ലാം വെച്ചിട്ടുണ്ട്. അതുപോലെ നല്ല ക്രീപ്പേഴ്സ് എല്ലാം അത്യാവശ്യം നല്ല രീതിയിലായിട്ടുണ്ട്. അതുപോലെ പിന്നെ പാമ്പും നല്ല രീതിയിൽ സെറ്റായിട്ടുണ്ട് കേട്ടോ. ബോണി പോകുന്നുണ്ടോ? എന്താണ് ഇത് രാവിലെ ഇങ്ങനത്തെ പരിപാടിയൊക്കെ, ഗ്രൂമിങ്, അതുപോലെ നമ്മളതിനെ വർക്കൗട്ട് കൊടുക്കുന്നത്, ഇതൊക്കെ രാവിലെ. കന്നാസ് 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 ബാ. എല്ലാം ഓനറിയണം. ബാ 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 ബാ. അതുപോലെ റോക്സിനെ കൊടുക്കേണ്ടത് പറഞ്ഞിട്ടില്ലേ, റോക്സിൻ്റെ 2-3 ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ. നമുക്ക് ഈ ആഴ്ച നോക്കിയിട്ട് കൊടുക്കുക. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അവനെ ഏറ്റവും നല്ല രീതിയിൽ നോക്കുന്ന ആൾക്ക് കൊടുക്കണ്ടേ. അതുപോലെ കുറേ ആൾക്കാർ കൊടുക്കണ്ടെന്നുള്ള കമൻറ്റും വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നൊരു പിടുത്തില്ല. എന്തായാലും നമ്മൾ പറഞ്ഞതല്ല, അപ്പോൾ അത് കൊടുക്കുക. ഇനി എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത് ഒന്നുകൂടി ആലോചിച്ചിട്ട് ചെയ്യാം. ഓക്കെ കന്നാസ് ബേബി, അയ്യോടാ പോയിക്കോ. ടോർക്കിൻ അവിടെ ബോണിൻ്റെ ഒക്കെ പോകണ്ടേ, ഓടിക്കോ, പോയിക്കോ. ഏതാതല്ലേ, പൊളിയല്ലേ. അപ്പോൾ ബാ, പിന്നെ നമ്മുടെ കാളനെ വണ്ടി കെട്ടാം. വീഡിയോ ആണല്ലോ. അറിയോ എന്താ പേര്? അഗ്നി. അതാ വീഡിയോയിൽ കാണുന്ന, നോക്ക്. എവിടെ സ്ഥലം? എവിടെ? കാഞ്ഞങ്ങാട് നടന്നേ. ഇപ്പോൾ 11 മണിക്ക് ഓപ്പൺ ആവും കേട്ടോ. ശരി. ഹാപ്പി വാ, കെട്ടിക്കൂടെ? അതിന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കേട്ടോ അല്ലേ. വണ്ടി തിരിച്ചു വെക്കാം. ഇതിവിടെ വെച്ച് ഇവിടെ 2 കാളിനെ കെട്ടേണ്ടത് കേട്ടോ. ഇവിടെ ഇങ്ങനെ ലൂസാക്കിയിട്ട് അയക്കാൻ പറ്റുന്നുണ്ടാ. ലോക്ക് ഒന്നുമില്ല കേട്ടോ, സിമ്പിൾ പരിപാടിയാണ്. അതുപോലെ ഇതിൻ്റെ അകത്ത് മറ്റേ കയറും ഇതെല്ലാം വെക്കുന്നൊരു അറയുണ്ട് കേട്ടോ. എല്ലാം പഴയ രീതിയിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതേ, എല്ലാം പഴയ സെറ്റപ്പാണ്. ഓക്കെ, അതിൻ്റെ മേലെ കയറി ഇരിക്കാം. എൻ്റെ ഒരു കുഷ്യൻ വേണ്ടടാ. കുഷ്യൻ നല്ലോണം നനഞ്ഞിട്ട് ഞാൻ ഓടിച്ചപ്പോൾ ഫുള്ള് നനഞ്ഞിട്ട് അയച്ചു വെച്ചെന്ന് പറഞ്ഞു. ഇതേപോലത്തെ കുഷ്യൻ ഇതിൻ്റെ മേലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ ഇരിക്കുക. അതിപ്പോൾ നനഞ്ഞ് പോയി പണി സാറില്ല. ഓക്കെ, അപ്പോൾ ഇത് കെട്ടുന്നുണ്ട്. ഇങ്ങനെ കയറ് കെട്ടി സെറ്റാക്കിയിട്ട് വേണം കാളനെ കൊണ്ടുവന്നിട്ട് വെക്കാൻ. അപ്പോൾ ഈ കെട്ടുന്നൊന്നും കാണിക്കണ്ട, അത് കെട്ടാക്കി കുഴപ്പമില്ല. ഓക്കെ, ഇനി ലാസ്റ്റ് കാണിക്കാം. ഓക്കെ,
കാളുടെ സൈസ് കാണാൻ വേണ്ടിയിട്ടാണ്. വാടാ ഇപ്പുറത്ത് നടക്ക്. വാ, ഓക്കെ വാ നടന്നു. അപ്പി നടക്കടാ, അടുത്തന്നെ നടക്കടാ. കാളുടെ സൈസ് കാണാൻ വേണ്ടി നടക്കുന്നല്ലേ. വാ 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 വാ. പിന്നെ നോ വാ. ഇത് ഇത് റൈറ്റ് സൈഡിൽ കെട്ടേണ്ട കാള, ഇത് ലെഫ്റ്റ് സൈഡിൽ കെട്ടേണ്ട കാള. എപ്പോൾ നമ്മൾ നടത്തിക്കുമ്പോൾ വരെ അതേപോലെ തന്നെ ഒന്ന് കൊണ്ടുപോകാൻ വേണ്ടി പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഇവർക്ക് അതിന് പ്രശ്നം, കൺഫ്യൂഷനാവും. ഓക്കെ, ഒറ്റ പ്രാവശ്യം 2 പ്രാവശ്യം നടന്നാൽ തന്നെ കൺഫ്യൂഷനാവും. ഓക്കെ ബാ, ഇത് റൈറ്റ് സൈഡ് ഇവിടെ. ബാ, ഓക്കെ ബാ. ഓക്കെ സെറ്റ്. ഓക്കെ കറക്റ്റ് നിന്നിരുന്നണ്ട. അതിൻ്റെ അടിയിലെടുത്തോ. ഇതിൻ്റെ താഴത്തെ ഇങ്ങനെ എടുത്ത് സെറ്റ്. ഇതാണ് ലോക്ക്. ഓക്കെ, ഇനി ഇത് അയച്ചു കഴിഞ്ഞാൽ, ഇത് അയക്കണ്ട, ഇതിങ്ങനെ ബാക്കിൽ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ കൺട്രോൾ ചെയ്യുന്ന സാധനമായി. ഇതിലാണ് കൺട്രോൾ. ഓക്കെ, ഞാൻ തന്നെ കയറിയിരിക്കല്ലേ. പിന്നെ ഇതണ്ട, ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്നത്. എനിക്കിതിനെപ്പറ്റി ഒരു മണ്ണും പെണ്ണും അറിയില്ല. പക്ഷെ എല്ലാം പറഞ്ഞിട്ട് നമ്മളെ പിള്ളേരിൽ ഓടിച്ചിട്ടാ ഞാൻ ഫസ്റ്റ് ടൈം ഓടിക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് ദിവസം നാട്ടിലുണ്ടായില്ല, വന്നതാണ്. അപ്പോൾ പിന്നെ ഇവരൊന്ന് ഓടിക്കണമെന്നില്ലേ, എന്താ പറയുക. അപ്പോൾ ബാക്കിയെല്ലാം കുതിരൻ്റെ സിസ്റ്റം തന്നെ എന്ന് പറഞ്ഞ് 2 കാലിലും പുറത്തിട്ട് ഇരിക്കുന്നുണ്ട്. വാ, ആ ഓക്കെ. ഐ ഓക്കെ, സെറ്റ് തന്നെയല്ലേ, അടിപൊളി. സംഭവം നല്ല രസമുണ്ട്. കന്നാസ് ഒരുമിച്ചെന്നെ വരുന്നുണ്ട് കേട്ടാ. സൗണ്ട് എടുക്കുമ്പോൾ സ്പീഡിൽ പോകുന്നുണ്ടാ. അയ്യവാ, പൊളി തന്നെടാ, അടിപൊളി. ഏത് എക്സ്പീരിയൻസ്. അപ്പോൾ ഇത് നമ്മളുണ്ടല്ല, പെറ്റ് സ്റ്റേഷനിൽ വരുന്നവർക്ക് എല്ലാവർക്കും ഇങ്ങനെ കയറി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെറ്റപ്പ് ആക്കുന്നുണ്ട്. നമ്മളൊരു ട്രഡീഷണൽ രീതിയിലേക്ക് ആക്കേണ്ട പരിപാടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ പരീക്ഷണാടിസ്ഥാനത്തിലാണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, കൊള്ളാം, നല്ല സ്പീഡുണ്ടാ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഓടിയും കൂടി ചെയ്ത് എന്തായിരിക്കും. അയ്യവാ, കൊള്ളാട്ടാ, നൈസ് 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 നൈസ്. ഓടുന്നുണ്ട്, അടിപൊളി. കന്നാസൈനൊക്കെ ആയിട്ടൊക്കെ തന്നെ ഉണ്ട്. ഈ ചെറിയ കുഴികളെല്ലാം ചെറിയൊരു പ്രശ്നമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ ടയർ ഇതിൽ വീണ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ മറിയാനൊക്കെ ചാൻസ് ഉണ്ട്. മറ്റേ കാളത്തൊന്നും ശ്രദ്ധിക്കാണ്ട് നേരെ അങ്ങ് ഓടും. പക്ഷേ ബാക്കിൽ ടയറുള്ളതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ വീഡിയോയിൽ മൈക്ക് ശബ്ദത്തിനെ കുറിച്ചിട്ട് കുറച്ച് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ മൈക്കിന് ചില സമയത്ത് ഡിസ്റ്റൻസിൻ്റെ പ്രശ്നം വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ആ ബുദ്ധിമുട്ട് വന്നത് കേട്ടോ. സോറിയാ. പിന്നെ ലാസ്റ്റ് ടൈം എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതൊന്നും ശ്രദ്ധിക്കാൻ, അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതാണ് അങ്ങനെ വിട്ടത്. ഇനി അത് ശ്രദ്ധിച്ചിട്ട് എഡിറ്റ് ചെയ്യാം കേട്ടോ. ഓ, ഞാൻ മിസറില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ പോയാ. ഇവർക്ക് എത്ര കിലോമീറ്ററോളം ഓടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇവരെല്ലാം അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ്. പാലക്കാട് നിന്ന് തമിഴ്നാട്ടിലേക്കെല്ലാം കൊണ്ടുവന്ന് പിന്നെ കാളകളാണ്. അത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. നമുക്ക് തിരിക്കാൻ പറ്റുമോ? എങ്ങനെ തിരിക്കുന്ന എങ്ങനെ കാണിച്ചു തരാം. വാ, തിരിക്കുന്ന കാണിച്ചു തരാം. വാ, ഇതിനെ ഒന്നിനെ മാത്രം മൂവ് ചെയ്യിക്കലാണ് കേട്ടോ. ഒന്നിനെ കുറച്ച് സ്ലോ ആക്കുക. ഇതിപ്പോൾ ഒന്നിനെ ടൈറ്റ് ചെയ്ത് പിടിച്ച് മറ്റേ ലൂസാക്കിയിട്ടുണ്ടെങ്കിൽ തിരിക്കല കേട്ടോ. കുതിരൻ്റെ സെയിം മെത്തേഡ് തന്നെ. ഡാ
സെറ്റല്ലേ? വാ ഏട്ടാ 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 നോ 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 അടി പോയെ. ഓക്കെ അടിപൊളി. നല്ല ഇതെടുക്കുക റീല് ഇട്ടിനാ. ഏത് ആ അടി നല്ല സുഖമുണ്ടല്ലോ, നല്ല സുഖമല്ലേ? ഒരു നല്ല മറ്റേ ഷോക്കൊന്നും ഇല്ലായിട്ടും കൂടി നല്ല അടിപൊളി ഷോക്ക് ഉണ്ടല്ലേ? ആ അത് സാറില്ല, സബ്സ്ക്രൈബ് കേട്ടോ, നമ്മൾ റിയലായിട്ട് പറഞ്ഞ സംഭവമല്ലേ, വീഡിയോക്ക് വേണ്ടി പറഞ്ഞല്ല കേട്ടാ. നല്ല സുഖമുണ്ട്, നല്ല എന്താ പറയുക, നല്ല എന്താ പറയുക, ഒരു റോയൽ ഫീല് എന്ന് തന്നെ പറയാം. വാ ഓടിക്കോ. അടിപൊളി അടിപൊളി. കന്നാസും കൂടെ തന്നെ ഉണ്ടേ, നല്ല നൈസായിട്ട് ഒരുമിച്ച് തന്നെ വരുന്നുണ്ട്. അത് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന വേണ്ടി, പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് നമ്മൾ പിന്നെ വണ്ടിക്ക് ചിലപ്പോൾ കൺട്രോൾ തെറ്റിയിട്ട് അടിമറിഞ്ഞു പോകും. അങ്ങനെയും കുതിര മറ്റേ എന്താ പറയുക, നമ്മളെ കാളക്കും എല്ലാത്തിനും മൊത്തം ഡാമേജ് ആയി പോകും. അപ്പോൾ വണ്ടിയിൽ വീഡിയോ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ സ്ലോ ആകുമ്പോൾ അവർ പോകാനുള്ള സ്പേസ് വേണമല്ലോ. കന്നാസ് ബേബി, ആ നീ കയറുന്നാ? കന്നാസില്ല ചളിയിൽ ഇതെല്ലാം കുളിച്ചിട്ട് ഒന്ന് സ്പീഡ് വിടട്ടാ, കുറച്ച് സ്പീഡാക്കി, ഇങ്ങ കുറച്ച് സ്പീഡാക്കണം, ഇങ്ങ അടുത്തെത്തുമ്പോൾ നിൽക്കുന്നു. ഓക്കെ അയ്യവാ, സ്പീഡാക്കണമേ. ആ പോയിക്കോ പോയിക്കോ, ബാക്കിലേക്കാണ് നമ്മളെ യാത്ര. നമ്മളെ വഴി കാട്ടിയായിട്ട് മുന്നിൽ കന്നാസും ഉണ്ട് കേട്ടാ. കന്നാസിന് ഇങ്ങനത്തെ എല്ലാം പരിപാടിക്ക് ഉഷാറാന്നേ, അടിപൊളിയാണ്. പിന്നെ വേറൊരു പ്രശ്നമുണ്ടേ, ഈ കാള അപ്പിയിട്ട് കഴിഞ്ഞാൽ നമ്മളെ കാലൊന്നും പിന്നെ നോക്കണ്ട കേട്ടാ. ആകെ സ്പ്രേ അടിച്ച് പണിയാക്കൂ. ശരിക്കും ഇങ്ങനെയല്ലേ ഇരിക്കണ്ടേ, ഇതിൻ്റെ മേലല്ലേ ഇരിക്കണ്ടേ? ഓടിക്കുന്ന ആൾ മാത്രമേ ഇരിക്കുക, ബാക്കി യാത്രക്കാർ ഇതിൻ്റെ മേലെ ഇരിക്കുക. നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി അങ്ങനെ ആ ഒരു ഇത് കാണാണ്ട് എടുത്തതല്ലേ. ഈ കാളിനെ കൂടുതൽ നടത്തിക്കുമ്പോൾ അങ്ങോട്ടേക്ക് തിരിയും, അങ്ങനെ ഇതിൻ്റെ സിസ്റ്റം. അതാ ചളിയിലെല്ലാം കിടന്നിട്ട് അയ്യേ കന്നാസേ. അയ്യോ ഓക്കെ, നമ്മൾ ഓറിയോൻ്റെ അടുത്തേക്ക് ഓറിയോൻ്റെ അവിടെ നിൽക്കുന്നു. അതാ മറ്റേ ടോർക്കിനെ കുളിപ്പിക്കുന്നുണ്ടോ സേറ്? ഇതാ നമ്മളെ ബോണി, ഇതെല്ലാം രാവിലത്തെ നമ്മുടെ പരിപാടിയാണ് കേട്ടോ. അതുകൊണ്ട് ചില സമയത്ത് രാവിലെ നമ്മുടെ വിസിറ്റേഴ്സ് ഉണ്ടാവേ 9 മണിക്ക് 10 മണിക്ക്, പക്ഷേ ആ സമയത്ത് നമ്മൾ ഓപ്പൺ ആക്കില്ല കേട്ടോ. നമ്മൾ ഇതിനെല്ലാം ഫ്രീ ആയിട്ട് വിടുന്നതെല്ലാം സമയമാണ്, അപ്പോൾ എല്ലാവർക്കും ഡിസ്റ്റർബ് ആവില്ലേ അങ്ങനെ ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫുള്ള് കാളം ഉണ്ടോ അല്ലേ? കന്നാസ് തൂക്കിയെന്ന് തോന്നിക്കുന്നു ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇന്ന് മെയിനായിട്ട് ഒറ്റ സ്ട്രക്ചർ വീഡിയോ ഒന്നല്ലേ, ഒന്ന് ഏടി സ്റ്റോപ്പ് ചെയ്തില്ല. എനിക്കൊന്ന് 1-2 കട്ടിങ് വിസർ അറിയാണ്ട് കട്ട് ചെയ്തതേ ഉള്ളൂ, വേറെ ഇതൊന്നുമില്ല. കന്നാസ് പോസ് ചെയ്ത് നോക്കിയാൽ കന്നാസ് നല്ല എടുക്ക്. അതാ മാറിയുന്നല്ലേ, മറ്റേ എന്താ പറയുക, മുഫാസ കയറിക്കുന്നവർ ആ മേലെ കല്ലിൻ്റെ മേലിൽ ഇങ്ങനെ കയറി നിന്നാന്നു ഒന്നലെടുത്ത രാജാവ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയുടെ അടുത്ത ശനിയാഴ്ച കാണാം. അതേപോലെ കാളയ്ക്ക് 2 നല്ല പേരിടണം, അതേപോലെ നമ്മൾ ആടിനും നല്ലൊരു പേരിടണം. ഓക്കെ ബായ്. ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കേട്ടോ, സാറ്റിസ്ഫാക്ഷൻ ലെവൽ ഹൈ. താങ്ക് യു സോ മച്ച്. ഇതാ നമ്മളെ ടീമുണ്ട്, 2 ആളും കൂടി കാണിക്കും. ആപ്പിയും പിന്നെ മുഹമ്മദും നമ്മൾ ഒരുമിച്ച് തന്നെ ഉണ്ടായിനി മൊത്തത്തിൽ. ഓക്കെ താങ്ക് യു.